തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ DCC ഓഫീസിൽ പ്രവർത്തകർ തമ്മിലടി. തമ്മിലടി ഐസ് വേണേല് ഉള്ളുയിരും കൊണ്ട് ഓടിപ്പൊയ്ക്കോണ്ടാവേ. ഹൈ കൊള്ളാലോ. എങ്ങനെയുണ്ട്? തോറ്റുകുത്തിയിരിക്കുന്ന സഖാക്കന്മാരെല്ലാം ഒരുമിച്ചങ്ങൊരു തീരുമാനമെടുത്തു. ശൈലി മാറ്റണം. അതന്നെ എനിക്കും പറയാനുള്ളത്. ശൈലി മാറ്റണം. എന്നിട്ട് മനുഷ്യനാകണം. കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി, അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റ് അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്താൻ പാകത്തിൽ വൈദ്യശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യയിലെ പല ആശുപത്രികളിലും വൻ തുക മുടക്കിയതായി കേസിൽ അറസ്റ്റിലായ പ്രതി. ആശുപത്രിയിലൊക്കെ പോകുന്നതൊക്കെ കൊള്ളാം. അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ തിരിച്ചു വരുമ്പോഴും ഉണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ തിരിച്ചു വരാൻ. സർക്കാർ ഉദ്യോഗസ്ഥർ സഹാനുഭൂതിയോടെ പെരുമാറുകയും നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുകയും ചെയ്താൽ സർക്കാർ ഓഫീസുകളിലെത്തുന്നവരുടെ പരാതികളിലേറെയും പരിഹരിക്കപ്പെടുമെന്ന് ഹൈക്കോടതി. അസഭ്യം പറഞ്ഞാലേ സർക്കാർ ഉദ്യോഗസ്ഥർ ആവൂ എന്ന അവരുടെയൊക്കെ വിചാരം. എന്റെ കോടതിയേ, പിന്നെ അനുഭവിച്ചോട്ടോ. അപ്പൊ ആരും മറക്കണ്ട, പ്രധാനമന്ത്രി കാ സത്യപ്രതിജ്ഞ നാളെ രാത്രി 7:15 है. मेरे देशवासियों, मैंने घर परिवार सब कुछ देश के लिए छोड़ा है. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ, പോയിട്ട് വരാം.